ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിനും പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ഒരു 2 മിനിറ്റ് ഒന്ന് താമസിച്ചു. കാരണം കുറച്ച് തിരക്കിലായിരുന്നു, അറിയാമല്ലോ നാട്ടിലെത്തി കഴിഞ്ഞാൽ. അപ്പോൾ ആ സമയമായപ്പം ഒരാൾ വന്ന് വിട്ടു, അങ്ങനെയാണ് ലേറ്റായി പോയത്. ക്ഷമിക്കുക. ഓക്കെ, എങ്കിലും നിങ്ങൾക്ക് നല്ല ട്രേഡുകൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാർക്കറ്റ് ഒരു ചെറിയ ഗ്യാപ്പപ്പിലാണ് ഓപ്പൺ ചെയ്തത് അല്ലേ. ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്തു. എങ്കിലും നമ്മൾ വരച്ച 24,652 ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ 24,652 ടെസ്റ്റ് ചെയ്യുന്നു നോക്കുക, അവിടെ എന്താണ് പ്രൈസ് ആക്ഷൻ നടക്കുന്നത്. അതിന് ശേഷം നിങ്ങൾ ട്രേഡിനെ പറ്റി ചിന്തിക്കാമെന്ന് പറഞ്ഞു. കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ലൈൻ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്തു അവിടെ അല്ലേ. ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ ഒരു ബെയറിഷ് ഡോജി ഉണ്ടായി. ഡോജിക്ക് ശേഷം ഒരു ക്യാൻഡിൽ ഉണ്ടായി. ബിഗിനേഴ്സിനൂടെ ട്രേഡ് ഇല്ല, വീണ്ടും പറയുന്നു, ബിഗിനേഴ്സിനൂടെ ട്രേഡ് ഇല്ല. ബട്ട് എക്സ്പീരിയൻസ്ഡ് ട്രേഡറിന് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഈ ഡോജി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു പക്ഷേ ഇവിടെ ഒരു സെല്ലിങ്ങിനുള്ള സാധ്യത ഉണ്ട്. അടുത്തൊരു ക്യാൻഡിലും വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ കിട്ടി. അപ്പം ഒരു പക്ഷെങ്കിൽ റിസ്കി ട്രേഡേഴ്സ്, എക്സ്പീരിയൻസ്ഡ് ട്രേഡേഴ്സ് ഇതിൻ്റെ മുകളിൽ എസ്എൽ വെച്ചുകൊണ്ട് ഒരു ട്രേഡ് അവർ പ്ലാൻ ചെയ്ത് കാണും. അങ്ങനെ പ്ലാൻ ചെയ്തവർക്ക് സുന്ദരമായിട്ട് ഇത് റെഡ് ക്യാൻഡിലായിരുന്നു കേട്ടോ. രണ്ടാമത് ഈ ക്യാൻഡിൽ മാത്രമല്ല, ഇതും റെഡ് ക്യാൻഡിലായിരുന്നു. ഇവിടം വരെ റെഡ് ക്യാൻഡിലാണ്. അതിന് ശേഷമാണ് ഇത് റിവേഴ്സ് ചെയ്തത്. അപ്പോൾ സുന്ദരമായിട്ടൊരു പ്രോഫിറ്റ് അവിടെ കിട്ടി. ബിഗിനേഴ്സിനോട് ട്രേഡ് ഇല്ല. ഓക്കെ, അതിനുശേഷം വീണ്ടും വന്ന് എന്ത് ചെയ്തു, നമ്മുടെ ലൈൻ ടെസ്റ്റ് ചെയ്തു. 24,652 ടെസ്റ്റ് ചെയ്തു. ഇവിടെ വീണ്ടും ഒരു ബിഗിനേഴ്സിന് ഇവിടെ എൻട്രി ഉണ്ട്. ഈ നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫിൽ ആവുന്ന ഒരു എൻട്രിയാണ്. ഇവിടെ 5 മിനിറ്റിൻ്റെ താഴെ ഒരു ക്ലോസിങ് ഒരു റെഡ് ക്യാൻഡിൽ കിട്ടി. അവിടെ ഒരു ട്രേഡ് എടുത്തവർക്ക് ന്യായം ബുക്ക് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ 641 612 ഏകദേശം ഒരു 30 പോയിൻറ്റിൻ്റെ ഫോള് കിട്ടി. ഒരു 10-15 പോയിൻറ്റ് കിട്ടാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എത്ര പേര് ബുക്ക് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല, ഞാൻ നിർബന്ധിക്കുന്നുമില്ല. ഓക്കെ, പക്ഷേ ട്രേഡ് ഓക്കെ, ഇതിപ്പോൾ ഫെയിലിയർ ആയോ സക്സസ് ആയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. ഇവിടെ ന്യായം ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു, ബട്ട് ന്യായം ബുക്ക് ചെയ്തോ ഇല്ലെന്നുള്ള കാര്യം രണ്ടാമത്തെ ചോദ്യം. പക്ഷേ ഇത് ഓപ്പർച്യൂണിറ്റി കറക്റ്റായിരുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി ഇല്ലേ. മാർക്കറ്റ് മുകളിലോട്ട് പോയി ഈ നമ്മുടെ ഈ ലൈനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇവിടെ കിട്ടി ഇല്ലേ. അടുത്ത ഓപ്പർച്യൂണിറ്റി ബിഗിനേഴ്സിനുള്ള 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കൺഫർമേഷൻ. ഇവിടെ ഒരു കൺഫർമേഷൻ 75% ബോഡി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ ട്രേഡ് എടുത്തവർക്കും എസ് ഇവിടെയാണ്. ഇവിടെയോ അല്ലെങ്കിൽ ഇതിന് താഴെയോ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് അടിച്ച് കാണത്തില്ല. കാരണം ക്ലോസിംഗ് ബേസിസിലാണ് എസ് അല്ല ഇതിന് താഴെ എസ് വെക്കുവാണ്, 20 പോയിൻറ്റ് എസ് വെക്കുവാണെങ്കിൽ തന്നെയും എസ് അടിക്കുകയല്ല, സിസ്റ്റത്തിൽ ഇട്ട് വെച്ചവർക്കാണെങ്കിൽ അടിച്ച് കാണും. ഇല്ലെങ്കിൽ ഇത് ക്ലോസിംഗ് ബേസിസിൽ, ഞാൻ ഇന്നലെ മീറ്റിങ്ങിലും പറഞ്ഞു ഇല്ലേ, ക്ലോസിംഗ് ബേസിസിലായിരിക്കും എപ്പോഴും എസ് ഒരു പക്ഷേങ്കിൽ അത് നഷ്ടസാധ്യത കൂടുതൽ വരുത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കുറേ നാളുകളായിട്ട് കഴിഞ്ഞ ഒരു 3-4 ആഴ്ചകളായിട്ട് കണ്ടുവരുന്ന സാഹചര്യത്തിൽ എപ്പോഴും അവിടുന്ന് മാർക്കറ്റ് താഴോട്ട് കഴിഞ്ഞാലും റിജക്റ്റ് ചെയ്യുന്നൊരു സിനാരിയോ ആണ് എപ്പോഴും കണ്ടത്. ഇവിടെയൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാം കേട്ടോ. ഇതൊക്കെ റിജക്ഷൻ അങ്ങനെ റിജക്റ്റ് ചെയ്ത് പോകുന്നൊരു മാർക്കറ്റിനെയാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കണ്ടുവരുന്നത്. എങ്കിലും ഇവിടെ എടുത്തവർ ഓക്കെ, ഹോൾഡ് ചെയ്തവർ ഓക്കെ, എസ് അടിച്ചവർ ഓക്കെ. പക്ഷേ ഇതാണ് ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റി. കാരണം ഇവിടെ വന്നു റീടെസ്റ്റ് ചെയ്തു, വളരെ കൺഫേംഡ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടൊരു എൻട്രി നമുക്കിവിടെ ഉണ്ട് ഇല്ലേ. ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ പെർഫെക്റ്റ് ആയിട്ടൊരു എൻട്രി ഇല്ലേ. ആ എൻട്രിയിൽ എടുത്തവർക്ക് ഒരു ന്യായമായ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ബിഗിനേഴ്സിന്. എന്തായാലും ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും അത് അഫക്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. കാരണം ധാരാളം പേര് സാർ നിർത്തി പരിപാടി എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. എനിവേ, അതൊക്കെ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. നിങ്ങളാണ് മുന്നോട്ട് നയിക്കേണ്ടത്, ഞാനല്ല. ഞാനൊരു വഴി ചൂണ്ടിക്കാണിച്ചു തന്നത് മാത്രം. ഓക്കെ, വഴിയെ നടക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അപ്പം അതിനുശേഷം മാർക്കറ്റ് പിന്നെ ഒരു കൺസോളിഡേഷൻ മോഡിലേക്ക് പോയി. ഏകദേശം 157 പോയിൻറ്റ് ഇന്ന് മാർക്കറ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പം ഇതൊരു ബുള്ളിഷ് മൊമെൻറ്റത്തെ സൂചിപ്പിക്കുന്നോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഡേ ക്യാൻഡിലോട്ടൊന്ന് പോയി നോക്കാം. ഓക്കെ, ഡേ ക്യാൻഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇന്നലെ ഒരു വെള്ളിയാഴ്ച നല്ലൊരു ബെയറിഷ് ഒരു വലിയ ക്യാൻഡിലാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് തത്തുല്യമായിട്ടില്ല, അത്ര ഇല്ലെങ്കിലും ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഇതിനെ വെല്ലുന്ന ഇതിനോട് കിടപിടിക്കുന്ന
ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട് ഇല്ലേ. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് ഹറാമി എന്ന് വേണമെങ്കിൽ പറയാം. ബുള്ളിഷ് ഹറാമി, ഒരു ബുള്ളിഷ് ഹറാമിയുടെ പാറ്റേൺ എന്തുവാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബുള്ളിഷ് ഹറാമി അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഒരു ബുള്ളിഷ് സെറ്റപ്പ് കിട്ടും എന്നാണ് ഈ ഒരു ഇൻഡിക്കേഷൻ സൂചിപ്പിക്കുന്നത്. ഓക്കെ, പ്രീവിയസ് ഒരു റെഡ് ക്യാൻഡിലിനെ വെല്ലുന്ന രീതിയിൽ അതിനകത്ത് എൻഗൾഫ് ചെയ്ത് നിൽക്കുന്ന ഒരു നല്ല സ്ട്രോങ് ബോഡി ക്യാൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ബുള്ളിഷ് ഹറാമിയായിട്ട് കണക്കാക്കും. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് അടുത്ത ദിവസങ്ങളിൽ മുകളോട്ട് പോകും എന്നാണ് ഇങ്ങനൊരു ക്യാൻഡിൽ സ്ട്രക്ചർ വന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ചാർട്ടിലെ ചരിത്രങ്ങളും പറയുന്നത്. പക്ഷേ എപ്പോഴും അത് സംഭവിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല. എങ്കിലും അടുത്ത ദിവസങ്ങളിൽ ഇതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള ക്യാൻഡിൽ ഫോർമേഷൻസ് വരുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിൽ ദിവസങ്ങളുണ്ടല്ലോ. അപ്പം നാളെ ഇത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 24,770 ബ്രേക്ക് ചെയ്യണം. ഒന്നുകിൽ നാളെ ഗ്യാപ്പ് അപ്പിൽ 24,770 മുകളിൽ നമുക്ക് ഗ്യാപ്പ് അപ്പ് കിട്ടി അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ 24,850 അതിന് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ടെറിട്ടറിയിലേക്ക് കടന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 25,000 കടക്കണം. എപ്പോഴും ഞാൻ ഒരു വാല വിട്ടാണ് പറയുന്നത്. ബുള്ളിഷ് സെറ്റപ്പിലോട്ട് മാർക്കറ്റ് എൻട്രി ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 25,000 കടന്നെങ്കിലേ ഒക്കത്തുള്ളൂ. 25,000 വരെയും നമുക്ക് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ തന്നെ ആയിരിക്കും നമ്മുടെ മാർക്കറ്റ്. 25,000 കടന്നൊരു ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദറായിട്ട് 25,500 പോകാനുള്ള ചില സമയത്ത് ഞാൻ പറയുമ്പോൾ നാക്കുപിഴ സംഭവിക്കാറുണ്ട് കേട്ടോ. 24 എന്നുള്ളത് 23,000, ഇന്നലെ 23,800 24,800 ഞാൻ പറഞ്ഞത്. അപ്പം നാക്കുപിഴയാണ്. നിങ്ങൾക്ക് ചാർട്ട് കാണുമ്പോൾ മനസ്സിലാകും. ആ തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കുക, കണ്ടറിഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഡേ ക്യാൻഡിൽ സെറ്റപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നാളെ ഡേ ക്യാൻഡിൽ 24,770 മുകളിൽ തന്നെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് മുകളിലോട്ട് പോകും. എങ്കിലും നമുക്ക് കൺഫർമേഷൻ 25,000 മുകളിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. അതുവരെ ഇൻട്രാഡേയിൽ ഇതിങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കും. ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇൻട്രാഡേയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വരകളൊന്നും വരയ്ക്കാനില്ല. ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ തുടർന്ന് വരുന്നിരുന്ന അതേ ആചാരം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നാളെ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് മുട്ടി തിരിച്ചു വരുമോ, താഴെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അല്ല, ഇത് ബ്രേക്ക് ചെയ്ത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ഈ റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകുമോ, അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്ന് ഇന്നലത്തെ ക്ലോസിങ് ടെസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കുക. കൃത്യമായി കാത്തിരുന്ന് മാത്രം നമ്മൾ എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ആക്ച്വലി ഇന്ന് മാർക്കറ്റ് സത്യം പറഞ്ഞാൽ ഒരു 250 പോയിൻ്റൊക്കെ മൂവ് ചെയ്യേണ്ട സാഹചര്യം മാർക്കറ്റിലുണ്ടായിരുന്നു. പക്ഷേ അതിന് വിഘാതമായി നിന്നത് ആരാണ്? HDFC ആണ്. HDFC ഇന്ന് 20 പോയിൻ്റ് നെഗറ്റീവിലാണ്. 1992 താന്നു. 2000 താന്നു. നമ്മുടെ നിങ്ങൾക്ക് ഓർമ്മയായിട്ടുള്ള HDFC ലെവലുകൾ എത്രയാണ്? 2000, 1993, 1978 അങ്ങനെ താഴോട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ ആ ലെവലുകൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. 2000 പൊട്ടി താഴെ നിന്നു. അപ്പോൾ ഇനി നാളെ ഫർദറായിട്ട് താഴോട്ട് പോകുമോ ഇല്ല, ICICI കൂടിയിട്ടുണ്ട്. അപ്പം ഇവർ രണ്ടുപേരോടാണ് നിഫ്റ്റിയെ താഴോട്ട് ഡ്രാഗ് ചെയ്തത്. അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി പച്ച കത്താതെ ന്യൂട്രൽ സ്റ്റേജ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി 1.75 ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ 150 പോയിൻറ്റ് നിഫ്റ്റി എന്ത് ചെയ്തു? പോസിറ്റീവിലും ക്ലോസ് ചെയ്തു. അപ്പം രണ്ടുപേരും തെക്കോട്ടും വടക്കോട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ സൂക്ഷിക്കുക. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയത് റിലയൻസും IT സെക്ടറും കൂടാണ് നമ്മുടെ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയത്. കാരണം റിലയൻസ് ഇന്ന് ഏകദേശം നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഏകദേശം 1.28%, 17 പോയിൻറ്റ് മുകളിലോട്ട് കയറി. അതുപോലെ ഇൻഫിയും 10 രൂപയും പിന്നെ TCS 71 രൂപയും പെർഫോം ചെയ്തു. അതുകൊണ്ടാണ് നിഫ്റ്റി ഇന്ന് മുകളിലോട്ട് പോയത്. അപ്പോൾ പക്ഷേ ഈ 250 പോയിൻറ്റ് പോയേനെ, പക്ഷേങ്കിൽ ഈ HDFC ICICI കൂടെ അവനെ വലിച്ച് ഞാൻ ഈ ഇൻഡെക്സിൻ്റെ വെയിറ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ വളരെ വിശദമായിട്ട് നമ്മുടെ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും കൂടെയാണ് താഴോട്ട് ഡ്രാഗ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ന്യൂട്രലൈസ് ആയിപ്പോയി. അതുകൊണ്ട് 250 അല്ലെങ്കിൽ 250 പോയിൻ്റൊക്കെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത 24,250 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് ഇതിലായിട്ടും ട്രംപ് അണ്ണൻ ഇന്ത്യയെ പറ്റി വാ തുറന്നിട്ടേ ഇല്ല. അന്നത്തെ പ്രശ്നം കഴിഞ്ഞ് പിന്നെ വാ തുറന്നിട്ടില്ല. അപ്പം അണ്ണൻ എന്തെങ്കിലും വാ തുറന്ന് പറയുമോ ഇല്ലയോ എന്നുള്ളത്
നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ സാഗോദം വീക്ഷിക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ എന്തെങ്കിലും പറയുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചില്ലേ, അപ്പം നമുക്ക് വരുന്നത് വെച്ച് കാണാം. ഓക്കെ, അപ്പം റിലയൻസ് നമുക്കപ്പോൾ HDFC ബാങ്ക് നിഫ്റ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി കണ്ടു കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ മോഡിലാണ് ഇല്ലേ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷവും ഈ മാർക്കറ്റ് എങ്ങോട്ടും പോയില്ല, കൺസോൾട്ടേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ച് നമ്മൾ വരച്ച 55,560 കടന്ന് സപ്പോർട്ട് എടുത്ത് റെസിഡൻസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടി കളിക്കുകയായിരുന്നു ഇല്ലേ. അപ്പം ഇവിടെ പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി ഒന്നും പറയാനില്ല. നാളെ ബാങ്ക് നിഫ്റ്റിയെ തീരുമാനിക്കുന്നത് HDFC ആണ്. HDFC താഴോട്ട് ICICI താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ബാങ്ക് നിഫ്റ്റിയും പോകാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ മിഡ് ക്യാപ്പ് ആശാൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു മര്യാദയില്ലാതെ വളരെ എന്താ പറയുക, ഇന്ന് മിഡ് ക്യാപ്പിനെ നയിച്ചത് BSE നല്ലപോലെ പെർഫോം ചെയ്തു. നോക്കിക്കേ, BSE ഏകദേശം 75 പോയിൻറ്റും മാക്സ് ഹെൽത്ത് എല്ലാം പെർസിസ്റ്റൻ്റ് സിസ്റ്റം 116 പോയിൻറ്റ് പെർസിസ്റ്റൻ്റ് സിസ്റ്റം സംഭാവന ചെയ്തു. അത് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടാണ്, BSEയും പെർസിസ്റ്റൻ്റ് സിസ്റ്റം കൂടാണ് എന്ത് ചെയ്തേ മാർക്കറ്റിനെ പറപ്പിച്ചത്. 200 പോയിൻറ്റിനടുത്ത് പറപ്പിച്ചു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലായല്ലോ, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം ഇൻഡെക്സ് ഹെവി വെയ്റ്റ്സിൽ ഏതാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന വെയിറ്റ് ഇൻഡെക്സിൽ ഏതാണോ വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക് അതിനെ നോക്കി വേണം നിങ്ങൾ ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യാനെന്ന് ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഓർമ്മയാണ്. ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ വരയ്ക്കാനൊന്നുമില്ല, കൃത്യമായി സപ്പോർട്ട് എടുത്താണ്, ഒറ്റ റാലിയായിരുന്നു. അതിനുശേഷം ഇനി നാളെ എന്ത് സംഭവിക്കുന്നുള്ളത്, താഴോട്ടാണോ മേലോട്ടാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഞാൻ നാട്ടിലായതുകൊണ്ട് കുറച്ചൊക്കെ ബിസിയാണ്. നാളെ എനിക്ക് ഒരു അത്യാവശ്യ കാര്യത്തിന് നാളെ പോകേണ്ടതുണ്ട്. കഴിവതും ഞാൻ ഇടയ്ക്ക് വരാം, ഇടയ്ക്ക് ഞാൻ വന്ന് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും സമ്മറി പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. കുറച്ച് തിരക്കിലായിരിക്കും നാളെ. എന്തായാലും നാളെ ഇടയ്ക്ക് ഞാൻ വരാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിലിരിക്കണം, പാലിക്കാൻ ശ്രമിക്കണം. പുതിയ തീരുമാനങ്ങളായിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.